പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. ശ്രീ മഹാദേവന് പതിവായി പൂജകളും വഴിപാടുകളും നടത്തുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. എറണാകുളം ആലുവയിൽ വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിന്റെ വടക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ശ്രീ പാർവതി ദേവിയുടെ നട വർഷത്തിൽ ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസമേ തുറക്കാറുള്ളൂ. തിരുവൈരാണിക്കുളം ക്ഷേത്രം നട തുറപ്പ് മഹോത്സവം വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. പാർവതി ദേവിയുടെ നട വർഷത്തിൽ 12 ദിവസം മാത്രമേ തുറക്കുകയുള്ളൂവെങ്കിലും നിത്യവും വഴിപാടുകൾ നടത്താവുന്നതാണ്. ആദ്യകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു. ശ്രീ മഹാദേവനുള്ള നിവേദ്യങ്ങൾ പാർവതി ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത്. ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് തിരിച്ചു പോരുകയാണ് പതിവ്. ശ്രീകോവിലിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നിവേദ്യത്തിനു സമയമായാൽ ശാന്തിക്കാരൻ വീണ്ടും തിടപ്പള്ളിയിലെത്തും. അപ്പോഴേക്കും നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ടാവും. പൂജാ സമയത്തിനു മുമ്പ് തിടപ്പള്ളിയിൽ ചെന്ന് നോക്കരുതെന്നാണ് ആചാരം. മാത്രമല്ല മറ്റാരും ഈ സമയത്ത് തിടപ്പള്ളിയിൽ പ്രവേശിക്കാറുമില്ല. ഒരിക്കൽ അന്നത്തെ കാരണവരായ അകവൂർ നമ്പൂതിരിപ്പാടിന് തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിന്റെ രഹസ്യമറിയാൻ ആകാംക്ഷ തോന്നി. അദ്ദേഹം പൂജാ സമയത്തിനു മുമ്പ് തിടപ്പള്ളിയുടെ വാതിൽ മെല്ലെ തുറന്നു നോക്കി. സർവാഭരണ വിഭൂഷിതയായ പാർവതി ദേവി മഹാദേവനുള്ള നിവേദ്യം തയ്യാറാക്കുന്നത് കണ്ട നമ്പൂതിരിയുടെ മനസ്സിനെ ഭയവും ഭക്തിയും ഒരേ സമയം കീഴ്പ്പെടുത്തി കളഞ്ഞു. ക്ഷേത്രാചാരങ്ങൾ തെറ്റിച്ച നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി കുപിതയായി. ദേവിയുടെ കണ്ണുകളിൽ കോപാഗ്നി തെളിഞ്ഞു. ഇനി മുതൽ ഈ ക്ഷേത്രത്തിൽ എന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. എന്റെ ശ്രീകോവിലിൽ നടയെന്നും അടഞ്ഞു കിടക്കട്ടെ എന്ന് ദേവി പറയുകയും ദേവിയുടെ വാക്കുകൾ കേട്ട് നമ്പൂതിരി പൊട്ടിക്കരയുകയും അദ്ദേഹം തിടപ്പള്ളിയിൽ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണ് മാപ്പിരുന്നു. നമ്പൂതിരിയുടെ പശ്ചാത്താപ വാക്കുകൾ കേട്ട് ദേവിയുടെ മനസ്സലിഞ്ഞു. ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിൽ തിരുവാതിര മുതൽ 12 ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാം ദർശന ഭാഗ്യം നൽകാം. ഇക്കാലത്ത് എന്നെ ദർശിക്കാൻ എത്തുന്നവർക്ക് മംഗല്യവും ദീർഘമംഗല്യ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. മറ്റു നാളുകളിൽ എന്റെ നട അടഞ്ഞു തന്നെ കിടക്കും. എങ്കിലും ഭക്തർക്ക് അഭയവും അനുഗ്രഹവും ഏകാൻ എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. അപ്പോഴും അവർക്ക് നിവേദ്യാദി വഴിപാടുകൾ നൽകി അനുഗ്രഹം വാങ്ങാം. അത്രയും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. അന്നു മുതലാണ് പതിവായി തുറന്നിരുന്ന ശ്രീ പാർവതി ദേവിയുടെ തിരുനട 12 ദിവസം മാത്രം തുറക്കാൻ തുടങ്ങിയത്. നട അടഞ്ഞു കിടക്കുമ്പോഴും നൂറുകണക്കിന് ഭക്തർ ദേവിയുടെ അനുഗ്രഹം നേടി ഇപ്പോഴും ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. നടയടഞ്ഞു കിടക്കുമ്പോഴും ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസമാണ് ഇതിന് കാരണം. ഈ സമയത്ത് ഭക്തർക്ക് എല്ലാ വഴിപാടുകളും നടത്താവുന്നതാണ്. പാർവതി ദേവി പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായിട്ടാണല്ലോ ജന്മമെടുത്തത്. അതിനു മുൻപ് ദക്ഷ പ്രജാപതിയുടെ പുത്രി സതീദേവിയായി ജന്മമെടുക്കുകയും ശിവനെ തന്റെ പതിയായി സ്വീകരിച്ചതായും പുരാണങ്ങളിൽ പറയുന്നു. ഹിമവൽ പുത്രിയായ ദേവിയെ മഹാദേവൻ വൃദ്ധന്റെ രൂപത്തിൽ വന്ന് കാണുകയും ശ്രീ പരമേശ്വരൻ നിന്റെ പതിയാകുമെന്നും അതിന് കഠിന തപസ് അനുഷ്ഠിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. പ്രായപൂർത്തിയായ ശേഷം മറ്റുള്ളവരുടെ എതിർപ്പ് വകവയ്ക്കാതെ പാർവതി ദേവി കഠിന തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി. പിന്നീട് മഹാദേവൻ പാർവതിയെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു. ശിവപാർവതിമാർ സന്തുഷ്ടരായി ഇന്നും വിവാഹ ജീവിതം തുടരുന്നു എന്നാണ് സങ്കല്പം. പാണിഗ്രഹത്തിനു ശേഷം അതീവ സന്തുഷ്ടയായി ഇഷ്ടവരദായിനിയായി കുടികൊള്ളുന്ന രൂപത്തിലാണ് ശ്രീ പാർവതി ദേവിയുടെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ മംഗല്യവരദായിനിയായി ദീർഘമംഗല്യപ്രദായിനിയായി ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നു. മംഗല്യം യഥാസമയം നടത്തുന്നതിന് ദേവി ഭക്തരെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു. തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. തിരുവൈരാണിക്കുളത്തിന്റെ ചരിത്രത്തിൽ പ്രധാനമായി കാണുന്നത് 3 പ്രധാന മനകളാണ്. നടതുറപ്പിന് ഇവർ മൂവരും ചേർന്ന് ഒരു ശാന്തിക്കാരനെ സമുദായമായി തിരഞ്ഞെടുക്കുന്നു. ഇതിന് ചില വിശേഷാൽ ചടങ്ങുകളുണ്ട്. മണ്ഡപത്തിൽ തൂശനില വെച്ച് അതിനു മുകളിൽ ഇടങ്ങഴിയും താക്കോൽ കൂട്ടവും വയ്ക്കുന്നു. പിന്നീട് ആദ്യം മനക്കാരും പിന്നീട് ശാന്തിക്കാരനും ഇതെല്ലാം തൊട്ട് നമസ്കരിക്കും. നടതുറപ്പ് ചടങ്ങുകൾ യഥാവിധി നടത്താനായി നെയ്യും പണവും സമുദായത്തെ ഏൽപ്പിച്ചുവെന്നും സമുദായം അത് ഏറ്റു എന്നുമുള്ള പ്രഖ്യാപനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് 3 മനക്കാരും ശാന്തിക്കാരനും നടക്കൽ വന്നു നിൽക്കും.
ഇതേ സമയം പുഷ്പിണി അക്ഷതം, പൂങ്കുല, വിളക്ക് എന്നിവയുമായി തിരുനടയിൽ നിൽപ്പുണ്ടാവും. ശ്രീകോവിലിൽ ദേവിക്കുള്ള അലങ്കാരങ്ങളും വിളക്കുവയ്പും പൂർത്തിയായാൽ പുഷ്പിണി മുന്നോട്ട് വന്ന് സമുദായം തിരുമേനി മനയ്ക്കൽ 3 നിന്നും എഴുന്നള്ളിയിട്ടുണ്ടോ എന്ന് 3 പ്രാവശ്യം ചോദിക്കും. ഉണ്ട് എന്ന് സമുദായ തിരുമേനി 3 തവണ ഉത്തരവും നൽകും. തുടർന്ന് സമുദായ തിരുമേനി നട തുറപ്പിക്കട്ടെയോ എന്ന് പുഷ്പിണി 3 തവണ ചോദിക്കും. നട തുറപ്പിച്ചാലുമെന്ന് സമുദായ തിരുമേനി ഉത്തരവും നൽകും. ഇത്രയുമായാൽ ദേവിയുടെ തിരുനട തുറക്കാൻ പുഷ്പിണി ശാന്തിക്കാരനോട് ആവശ്യപ്പെടും. അതോടെ ഭക്തജനങ്ങൾ കാത്തിരുന്ന ആ അസുലഭ നിമിഷം ആഗതമാവുകയായി. ആർപ്പുവിളികളുടെയും ദേവീ കീർത്തനങ്ങളുടെയും ശബ്ദസാഗരങ്ങളുടെ അലയടികൾക്കിടയിൽ തിരുനട തുറക്കപ്പെടുന്നു. സർവാഭരണ വിഭൂഷിതയായ അഭയയായ മംഗല്യവരദായിനിയായ ദേവിയെ ഇനി 12 നാൾ കൺകുളിർക്കെ കാണാം. അസുലഭമായ ഈ മഹാസൗഭാഗ്യത്തിൽ പങ്കാളികളാകാൻ ഭക്തജന സഹസ്രങ്ങൾ ഒഴുകിയെത്തുകയായി. നടതുറപ്പിന് ശേഷം ഭഗവതിയെ പാട്ടുപുരയിലേക്ക് എഴുന്നള്ളിക്കും. ദേവിയെ പീഠത്തിലിരുത്തി നൈവേദ്യപൂജ നടത്തി പുഷ്പിണി സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ തുടങ്ങും. ആ രാത്രി മുഴുവൻ പുഷ്പിണി സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും. രാത്രി മുഴുവൻ പാട്ടുപുരയിൽ ദേവിയുടെ നട തുറന്നു കിടക്കുകയും ചെയ്യും. നേരം പുലർന്നാൽ ദേവിയെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കുന്നു. നിവേദ്യം കഴിഞ്ഞാൽ ദേവിയെ വീണ്ടും പാട്ടുപുരയിലേക്ക് എഴുന്നള്ളിക്കും. രാത്രി തിരികെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യും. ശ്രീ പാർവതി ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ക്ഷേത്ര ഉടമസ്ഥരായിരുന്ന അകവൂർ മനയിലാണ് സൂക്ഷിക്കുന്നത്. നടതുറപ്പ് മഹോത്സവത്തിന് പൂത്താലവും വാദ്യാഘോഷങ്ങളുമായി വൻ ഭക്തജനാവലി തിരുവാഭരണങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പൂത്താലം എടുക്കുന്നത് സൗഭാഗ്യമായി കരുതുന്നതിനാൽ നിരവധി ബാലികമാരും യുവതികളും ഇതിനായി എത്തിച്ചേരുന്നു. ദേവിയുടെ നടയിൽ കൊളുത്താൻ അകവൂർ മനയിലുള്ള ചാത്തൻ ഭഗവാന്റെ പ്രതിഷ്ഠാ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നാണ് ദീപം കൊളുത്തുന്നത്. ക്ഷേത്ര നടയിലെത്തുമ്പോൾ ദീപം കൊളുത്താൻ ശാന്തിക്കാരനെ ഏൽപ്പിക്കും. തിരുവാഭരണങ്ങൾ ചാർത്തിയ ശേഷം അകവൂർ മനയിൽ നിന്നും കൊണ്ടുവരുന്ന ദീപം ദേവിയുടെ മുന്നിൽ കത്തിക്കും. തുടർന്ന് അകവൂർ മനയിലെ അന്തർജനങ്ങൾ ദേവിയെ വണങ്ങി തിരുനടയിൽ കത്തിച്ചു വെച്ച ദീപത്തിൽ നിന്നും മറ്റൊരു വിളക്ക് തെളിയിച്ച് അത് മനയിലേക്ക് കൊണ്ടുപോകും. ഈ വിളക്ക് നടുമുറ്റത്ത് കത്തിച്ചു വെച്ചാണ് പാട്ടുപാടി കളിക്കുന്നതും നൃത്തം വയ്ക്കുന്നതും പാതിരാപ്പൂ ചൂടുകയും മറ്റും ചെയ്യുന്നത്. ക്ഷേത്രമുറ്റത്ത് ദീപം പ്രകാശിച്ച് സ്ത്രീകൾ ഉറക്കമളച്ച് തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും ചെയ്യുന്ന പതിവുമുണ്ട്. ഈ ചടങ്ങുകളിലെല്ലാം ശ്രീപാർവതി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. ശ്രീപാർവതി ദേവിയുടെ തോഴിയാണ് ബ്രാഹ്മണിയമ്മ എന്നാണ് സങ്കല്പം. ദേവീസ്തുതികൾ പാടുന്നതും ദേവിക്ക് വേണ്ട അലങ്കാരങ്ങൾ ഒരുക്കുന്നതും ദേവിയെ എഴുന്നള്ളിക്കുമ്പോൾ വിളക്കെടുക്കുന്നതുമെല്ലാം ബ്രാഹ്മണിയമ്മയാണ്. ബ്രാഹ്മണിയമ്മയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവ കഥയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ബ്രാഹ്മണിയമ്മയ്ക്ക് പ്രായാധിക്യമാകിയാൽ ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതായി. എന്നാൽ അതേസമയം കുടുംബത്തിലെ തന്നെ യുവതിയായ ബ്രാഹ്മണിയമ്മ ഭർത്തൃസമേതം സുഖമായി താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്കാകട്ടെ ക്ഷേത്രകാര്യങ്ങളോട് തീരെ താല്പര്യമില്ലായിരുന്നു. തുടർ നടതുറപ്പു വേളയിൽ ക്ഷേത്ര ഭാരവാഹികൾ ബ്രാഹ്മണിയമ്മയെ വിളിച്ചെങ്കിലും അവർ വരാൻ തയ്യാറായില്ല. ഒടുവിൽ ക്ഷേത്ര ഭാരവാഹികൾ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണിയമ്മയെ കൊണ്ടുവന്ന് ചടങ്ങുകൾ നടത്തി. അന്നു മുതൽ അവകാശിയായ ബ്രാഹ്മണിയമ്മയുടെ കുടുംബത്തിൽ ദുസ്സൂചനകൾ കണ്ടു തുടങ്ങി. ഭർത്താവ് കഠിനമായ രോഗം ബാധിച്ച് കിടപ്പിലായി. ഈ സമയത്ത് അവർക്ക് ദേവി സ്വപ്ന ദർശനം നൽകി. കർമ്മങ്ങൾക്ക് മുടക്കം വരുത്തിയതാണ് കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം. ക്ഷേത്രകാര്യങ്ങൾ മുടക്കം വരാതെ ഭംഗിയായി നടത്തിയാൽ നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന ദേവിയുടെ വാക്കുകൾ കേട്ട ബ്രാഹ്മണി അമ്മയുടെ കണ്ണുകൾ നിറയുകയും ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം പഠിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കലും അവർ ക്ഷേത്രകാര്യങ്ങളിൽ മുടക്കം വരുത്തിയിട്ടില്ല. വൈകാതെ ഭർത്താവിന്റെ അസുഖം മാറി. കുടുംബാംഗങ്ങൾക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും കൈവരികയും ചെയ്തു. പ്രത്യേക ക്രമത്തിലാണ് ബ്രാഹ്മണി പാട്ടുകൾ ചൊല്ലുന്നത്. ഗണപതി, സരസ്വതി, യശോദ, ഉണ്ണി, ഉമാദേവിക്കൊരു നീരാട്ട്, കറുകപ്പുല്ലിനുള്ള പ്രാധാന്യം, ശ്രീ മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും സ്തുതി, മഹാദേവന്റെ സ്തുതി തുടങ്ങി നിരവധി പാട്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. മറ്റു ചില ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണി പാട്ടുകൾ ഉണ്ടെങ്കിലും ദക്ഷയാഗം പാടുന്നത് ഇവിടെ മാത്രമാണ്. ശ്രീ പാർവതിയുടെ പാട്ടുപുരയിൽ പുലർച്ചെ ചൊല്ലുന്ന സ്തുതിയാണ് തുയിലുണർത്തു പാട്ട്. പിന്നീടാണ് ദക്ഷഗാനാലാപനം. പാട്ടുകൾക്ക് കിണ്ണം കൊട്ടുന്ന പതിവുണ്ട്. എന്നാൽ പാർവതി സ്വയംവരം പാടുമ്പോൾ കിണ്ണം കൊട്ടില്ല. 15 മിനിറ്റാണ് പാർവതി സ്വയംവരത്തിന്റെ ദൈർഘ്യം. മംഗല്യഭാഗ്യത്തിന് കന്യകമാർ പാർവതി സ്വയംവരം പാടും. പുത്രഭാഗ്യത്തിനും കുട്ടികളുടെ ദീർഘായുസ്സിനും ഭഗവാന്റെ അവതാരം പാടും. കഷ്ടകാലം മാറാനാണ് ദീപവനം. ഉച്ചപൂജ കഴിഞ്ഞേ ഇത് ചൊല്ലാറുള്ളൂ. സന്ധ്യ കഴിഞ്ഞാൽ
പുറമേയുള്ള സ്തുതികൾ പാടാൻ തുടങ്ങും. ആദ്യം ചൊല്ലുന്നത് കൃഷ്ണസ്തുതിയാണ്. തുടർന്ന് മഹാദേവൻ, ഭദ്രകാളി, ശ്രീ ദുർഗാദേവി, ശ്രീഭൂതനാഥൻ, അയ്യപ്പസ്വാമി എന്നിവരുടെ സ്തുതികൾ പാടും. പാട്ടുപുരയിൽ ബ്രാഹ്മണിയമ്മയ്ക്കും അന്തർജനങ്ങൾക്കും മാത്രമാണ് പ്രവേശനം. വ്രതശുദ്ധിയോടെ മാത്രമേ ഇവരെല്ലാം പാട്ടുപുരയിൽ കയറാറുള്ളൂ. ഉമാമഹേശ്വര പൂജയ്ക്ക് ബ്രാഹ്മണിപ്പാട്ട് പതിവുണ്ട്. മംഗല്യ സൗഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന അതിപ്രാധാന്യമുള്ള വഴിപാടാണ് ഉമാമഹേശ്വര പൂജ. പൂജയിൽ കുടുംബസമേതം പങ്കുകൊള്ളുന്നത് അതിവിശിഷ്ടമാണെന്നാണ് വിശ്വാസവും അനുഭവവും. വേളിയോത്ത് ചൊല്ലി താന്ത്രിക വിധിപ്രകാരം ശ്രീപാർവതി ദേവിക്ക് നടത്തപ്പെടുന്ന അതിവിശിഷ്ടമായ ജന്മദോഷ പരിഹാര കർമ്മമാണ് വേളിയോത്ത് അർച്ചന. ജാതകദോഷം, മുൻജന്മദോഷം എന്നീ കാരണങ്ങളാൽ സംഭവിക്കുന്ന വിവാഹ തടസ്സങ്ങൾക്ക് വേദമന്ത്രാർച്ചനയിലൂടെ പരിഹാരസിദ്ധി കൈവരുമെന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. എല്ലാ വെള്ളിയാഴ്ചയിലും തിരുവാതിര നാളിലും മാത്രം നടത്തപ്പെടുന്ന അതിവിശിഷ്ടമായ വേളിയോത്ത് വഴിപാട് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടാതെ തളിക നിവേദ്യവും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ശ്രീമഹാദേവനും കുടുംബ ഐശ്വര്യത്തിനായി സതീദേവിക്കും നടത്തപ്പെടുന്ന വഴിപാടാണ് തളിക നിവേദ്യം. വർഷം തോറും വിദൂരദേശങ്ങളിൽ നിന്ന് പോലും മംഗല്യഭാഗ്യം തേടി ആയിരക്കണക്കിന് യുവതികളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ദേവിയുടെ അനുഗ്രഹത്തിനായി അവർ പട്ടും താലിയും നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് വിവാഹാനന്തരം അവർ ദേവിയോടുള്ള നന്ദി സൂചകമായി ഇണപ്പുടവ സമർപ്പിക്കാനും ക്ഷേത്രനടയിലെത്തുന്നു. ദേവിയുടെ തിരുനടയിൽ സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് ഇണപ്പുടവകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യം. സാധാരണ ദിവസങ്ങളിലും ഇണപ്പുടവ സമർപ്പിക്കാൻ എത്തുന്നവർ നിരവധിയാണ്. ഉമാമഹേശ്വരന്മാരുടെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന 12 ദിവസത്തെ നടതുറപ്പ് മഹോത്സവം കഴിഞ്ഞ് നടയടയ്ക്കുമ്പോഴും പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ട്. മഹാദേവന്റെ അത്താഴ പൂജയ്ക്ക് മുമ്പായി പാർവതി ദേവിയെ പാട്ടുപുരയിൽ നിന്ന് ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കുന്നു. 3 മനക്കാരും സമുദായക്കാരും അന്തർജനങ്ങളും തിരുനടയിലെത്തും. തുടർന്ന് തൃക്കൺ പാർത്തു കഴിഞ്ഞുവോ എന്ന് പുഷ്പിണി ചോദിക്കും. ഉവ്വ എന്ന് സമുദായ തിരുമേനി ഉത്തരം പറയും. നട അടപ്പിക്കട്ടെ എന്ന് 3 തവണ പുഷ്പിണി അടുത്ത ചോദ്യം ചോദിക്കും. അടപ്പിച്ചാലും എന്ന് സമുദായ തിരുമേനി ഉത്തരവും പറയും. ഉടനെ പുഷ്പിണി ശാന്തിക്കാരനോട് നടയടയ്ക്കാൻ ആവശ്യപ്പെടും. ശാന്തിക്കാരൻ നടയടയ്ക്കും. അങ്ങനെ നടതുറപ്പ് മഹോത്സവത്തിന് പരിസമാപ്തിയാകും. ഇത് കഴിഞ്ഞാൽ ദേവിയെ കൺകുളിർക്കെ കാണാൻ 1 വർഷം കാത്തിരിക്കണമെന്ന വിഷമത്തോടെ നിറകണ്ണുകളോടെ കൈകൂപ്പി ദേവിയെ ധ്യാനിച്ച് ഭക്തജനങ്ങൾ അടുത്ത നടതുറപ്പ് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. തിരുവൈരാണിക്കുളം അക്ഷരാർത്ഥത്തിൽ ദേവഭൂമിയാണ്. ക്ഷേത്രത്തിന്റെ 500 മീറ്റർ ചുറ്റളവിൽ 5 ക്ഷേത്രങ്ങളുണ്ട്. ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പരമേശ്വരത്തുകാവ് ഭഗവതി ക്ഷേത്രം, ദക്ഷിണാമൂർത്തി ക്ഷേത്രം, തിരുനാഥപുരം ക്ഷേത്രം, കുട്ടമന ക്ഷേത്രം എന്നിവയാണവ. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ദർശനത്തിനോടൊപ്പം ഈ ക്ഷേത്രങ്ങളിൽ കൂടി ദർശന സൗഭാഗ്യം ഓരോ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മംഗല്യവരദായിനിയായ ശ്രീപാർവതിയുടെയും മഹാദേവന്റെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.